നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ 3ാം ഘട്ട 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. നിങ്ങൾ ഒരുപാട് പേർക്ക് 3ാം ഘട്ട പരീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തിരിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ DS കോത്താരിയാണ് ഇപ്രകാരം പറഞ്ഞത്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 10 ഡിസംബർ 10. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? മെറ്റർണിക് ആണ് ഇപ്രകാരം പറഞ്ഞത്. അടുത്ത ചോദ്യം, കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കുറുളി ചേകോൻ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? കൊല്ലം ജില്ലയിലാണ് ആരംഭിച്ചത്. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? 7:30 PM ആണ്. 7:30 PM. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. ശരിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. ശരിയാണ്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഇവയെല്ലാം ശരിയാണ്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? 61 ആണ്. 61. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മൺസൂൺ മഴയും ഇടവിട്ട വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏത്? ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കേരളമാണ്. കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? ദേശീയ ജലപാത 3 ആണ്. ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഇന്ത്യയുടെ ധാന്യപുര ഉത്തര മഹാസമതലം. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭൂതല ഛായാഗ്രഹണം. നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ് ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സ്റ്റഡി പ്ലാനോട് കൂടിയാണ്. അപ്പോൾ ടൈം ടേബിൾ വൈസ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് week 1 ആദ്യത്തെ വീക്കിലെ ടൈം ടേബിൾ, അതിൽ ആദ്യത്തെ വീക്കിൽ 5 ദിവസം, Day 1, Day 2, Day 3, Day 4, Day 5. Day 1 എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. Day 2, Day 3, Day 4, Day 5. ഈ 5 ദിവസം നിങ്ങൾ പഠിച്ചിട്ട് 2 ദിവസം റിവൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ചു. ശനിയും ഞായറും റിവൈസ് ചെയ്യുക. ഞായറാഴ്ച രാത്രി അറ്റൻഡ് ചെയ്യാനുള്ള ടെസ്റ്റും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീക്ക് 1, week 2 ആയിട്ട് ഞാൻ ഓൾറെഡി അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCERT 5, 7, 9 ക്ലാസ്സുകളിലെ SCERT പാഠപുസ്തകങ്ങളിലെ വസ്തുതകൾ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. എല്ലാം ഈ ഒരൊറ്റ കോഴ്സിൽ നിങ്ങൾക്ക് തുച്ഛമായ ഫീസിൽ എക്സാം കഴിയുന്നത് വരെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് മാത്രമല്ല, ഫയർമാന്റെ ബാച്ച് നടക്കുന്നു. ജനറൽ PSC, അതുപോലെ ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ LD, VFA മുതലായ ബാച്ചുകളിൽ ഒരുപാട് ബാച്ചുകൾ നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് കേട്ടോ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏത്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലമാണ് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. സ്വാധീനിക്കാത്ത ഘടകം പശ്ചിമ അസ്വസ്ഥതയാണ്. പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? താരതമ്യേന വീതി കുറവാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? പ്രൊവിഷണൽ ആൻസർ കീയിൽ ആനമുടിയാണ് തന്നിരിക്കുന്നത്.
അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഇവിടെ അയ്യക്കാളി എന്നാണ് തന്നിരിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധമില്ലാത്തത് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് തെറ്റ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി ശരിയാണ്. പിന്നാക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ഇത് രണ്ടും ശരിയാണ്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? തിരുക്കൊച്ചി സംസ്ഥാനം 1949 ജൂലൈ 1 രൂപീകരിച്ചത്. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാ? ചമ്പാരനാണ്, ചമ്പാരൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആര്? ബനാറസ് സംസ്കൃത കോളേജ് ജോനാഥൻ ഡങ്കൻ ആണ് സ്ഥാപിച്ചത്, ജോനാഥൻ ഡങ്കൻ. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത്, ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും എന്നതാണ്. ബാക്കി രണ്ടും ശരിയാണ്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്, പശ്ചിമ ബംഗാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാങ്കാങ്ങിനാണ്, ഹാങ്കാങ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് സ്വകാര്യ സ്വത്തിനുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. മൗലിക കടമകൾ സോവിയറ്റ് യൂണിയൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഈ തന്നിരിക്കുന്നതെല്ലാം തെറ്റാണ്. ഇവയെല്ലാം. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ്, രാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ 1ഉം 3ഉം ആണ്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും ഇവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് 21, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32A ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ്, ഫസൽ അലി. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? മാൻഡമസ് ആണ്, മാൻഡമസ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം രചിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? 22 ആണ്, 22. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്, കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9 രാജ്യസഭാ സീറ്റാണ് കേരളത്തിലുള്ളത്. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? കെ കൃഷ്ണൻകുട്ടിയാണ്, കെ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കിഴക്കോട്ടൊഴുകുന്നത് 3 നദികളാണ്, 3 നദികൾ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന സേവന എന്നാണ് കൊടുത്തിരിക്കുന്നത്. സേചനയാണ് കല്ലട, കല്ലട. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാൻ ആണ്, വി അബ്ദുറഹ്മാൻ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏത്? തിരുവനന്തപുരം ജില്ല, തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് മാസം 28-നാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വൈക്കത്താണ് ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്.
താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മഹാദേവ ഗോവിന്ദ റാനഡെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? KM പണിക്കർ. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തമായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എന്റെ ജീവിത കഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. എന്റെ ജീവിത കഥ ആരുടെ ആത്മകഥയാണ്? AKG. എന്റെ ജീവിത കഥ AK ഗോപാലന്റെ ആത്മകഥയാണ്. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഫത്ഹുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? കവി ഖാസി മുഹമ്മദാണ് എഴുതിയത്. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? വടകര. വടകരയിലാണ് ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളി മെമ്മോറിയൽ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര്? ഷൺമുഖം ചെട്ടി. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു. അത് ഏതാണെന്ന് കണ്ടെത്തുക. അഗസ്തീശ്വരമാണ്. മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് അഗസ്തീശ്വരം. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഹീമോഫീലിയയാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? റേച്ചൽ കേഴ്സൺ. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം എഴുതുക. പെരിയാറാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? പല്ലിന്റെ ഇനാമലാണ്. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ? കരളിൽ വെച്ചാണ് യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏതാണ്? പ്രിയങ്കയാണ്. പാവം പ്രിയങ്ക എന്ന കോഡ് ഒരുപാട് പേര് ഓർത്തു എന്ന് പറഞ്ഞു നമ്മുടെ ക്ലാസ് കണ്ടിട്ട്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ചത് 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്ര? 5 ലക്ഷമാണ്. 5 ലക്ഷം. അടുത്ത ചോദ്യം, പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പൊ ഇതില് പോസിറ്റീവായ സന്ദർഭം ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെങ്ങിൽ നിന്നും തേങ്ങ താഴെ വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. ഇത് രണ്ടുമാണ് എന്ത്? പോസിറ്റീവായ സന്ദർഭങ്ങൾ. അടുത്ത ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ Fനും Pക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്താണ്? വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില. കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ്? 310 കെൽവിൻ. ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം U² = V² - 2AS. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. രാസോർജം ഗതികോർജമായി മാറുന്നു. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. സൂര്യഗ്രഹണം. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഹൈഡ്രജന്റെ ഗുണവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇത് പരിശോധിച്ചിട്ട് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ 2 മാത്രമാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരി. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ദ്വയ അറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. തന്നിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഏത്? ഓക്സിജൻ ആണ്. അടുത്തത് മാക്സ് ആൻഡ് മെന്റലബിലിറ്റി.
15 plus 33 divided by 11 into 12 divided by 3 minus 10. ഇതിന്റെ വാല്യൂ കണക്കാക്കുമ്പോൾ 17 ആണ്. 36 സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ എത്ര വരും? 36 ആണ് ഉത്തരം. 36. റൂട്ട് ഓഫ് 0.444 എന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 0.666. 1.5 the whole square into 0.2 the whole square എത്രയാണ്? 0.09. 52 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? 312 കിലോമീറ്റർ. 0, 1, 1, 2, 3, 5, 8. അടുത്ത സംഖ്യ ഏത്? 13. ഒരു ആൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? 1344 രൂപ. 2 and 1/2 minus 1/8 minus 1/16 is equal to 37/16. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറെയും കൂട്ടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. ടീച്ചറുടെ വയസ്സ് എത്ര? 47. ആദ്യത്തെ 5 ഒറ്റസംഖ്യകളുടെ ലസാഗു കാണുക. 315 ആണ്. 315. കേരളയുടെ കോഡ് JFQBKB ആയാൽ ഒഡീഷയുടെ കോഡ് NEHTGB. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിന്റെ റാങ്ക് 20 ആണെങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിന്റെ റാങ്ക് എത്ര? 31. 5:126 ആണെങ്കിൽ 9 എത്രയാണ്? 730. ഒറ്റയാനെ കണ്ടെത്തുക. 146, 156, 176, 196. ഇവിടെ ഒറ്റയാൻ 196. പ്ലസ് ഈക്വൾ ടു ഇൻറ്റു മൈനസ് ഈക്വൾ ടു ഡിവൈഡഡ് ബൈ ഇൻറ്റു ഈക്വൾ ടു മൈനസ് ഡിവൈഡഡ് ബൈ ഈക്വൾ ടു പ്ലസ് എങ്കിൽ 5 + 6 ഡിവൈഡഡ് ബൈ 6 മൈനസ് 2 × 10. ഇതിന്റെ വില എത്രയാണ്? 23. അടുത്ത ചോദ്യം 2/3 + x = 5/6. എക്സിന്റെ വില എത്ര? 1/6. അടുത്ത ചോദ്യം ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ട് നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണ്? 13 മീറ്റർ. പുസ്തകങ്ങൾ ഈസ്റ്റു ലൈബ്രറി ആണെങ്കിൽ സിനിമ ഈസ്റ്റു തിയേറ്റർ. എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ്? ഡി, അമ്മാവൻ. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാകും. ഇപ്പോൾ മനുവിന്റെ പ്രായം എത്രയാണ്? 19. ഇത്രയാണ് 100 ചോദ്യങ്ങൾ. ഓക്കെ, പ്രൊവിഷണൽ ആൻസർ കീ ആണ്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.